പടയപ്പ വീണ്ടും ജനവാസ മേഖലയിൽ ഇറങ്ങി. മൂന്നാർ എക്കോ പോയിന്റ് മേഖലയിൽ വാഹനങ്ങൾ തടഞ്ഞു. കാട്ടാന ജനവാസ മേഖലയിൽ തുടരുകയാണ്. ലാൽകൃഷ്ണൻ വിശദാംശങ്ങളുമായി. ലാൽകൃഷ്ണൻ, ഓണാവധിയൊക്കെ കഴിഞ്ഞ് ഒരുപക്ഷെ ടൂറിസ്റ്റുകൾ കുറേ പേരൊക്കെ അവിടെ നിന്ന് മടങ്ങിയിട്ടുണ്ടാകും. എക്കോ പോയിന്റ് ഒക്കെ എപ്പോഴും വിനോദസഞ്ചാരികളുടെ ഒരു ഇഷ്ട പോയിന്റ് കൂടിയാണ്. അങ്ങോട്ടേക്കാണോ ഇപ്പോൾ പടയപ്പ എത്തിയിട്ടുള്ളത്? അതെ അനുഷ, കഴിഞ്ഞ 2 മാസത്തിലേറെയായി ജനവാസ മേഖലയിൽ തന്നെയാണ് പടയപ്പയുള്ളത്. കാട്ടിലേക്ക് കയറ്റാൻ പലതവണ RRT സംഘം ശ്രമിച്ചിരുന്നുവെങ്കിലും അത് പ്രായോഗികമായി നടപ്പായിരുന്നില്ല. പക്ഷേ ഓണസമയത്തൊന്നും ആന വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയില്ല എന്നുള്ളത് ആശ്വാസകരമാണ്. ഇന്നലെ രാത്രിയോടുകൂടിയാണ് മൂന്നാർ എക്കോ പോയിന്റ് ഭാഗത്തേക്ക് പടയപ്പ ഇറങ്ങിയത്. ആ എക്കോ പോയിന്റ് ഭാഗത്ത് ഇറങ്ങി പടയപ്പ ജനങ്ങൾ അതിലൂടെ പോകുന്ന വാഹനങ്ങൾ തടയുകയും ഏറെ നേരം ഗതാഗതം തടസ്സപ്പെടുത്തുകയും ചെയ്തിരുന്നു. തൊട്ടു പിന്നാലെ പല രീതിയിൽ അവിടെ നിന്ന് ആനയെ മാറ്റാൻ വേണ്ടിയിട്ട് വനം വകുപ്പിന്റെ ഉദ്യോഗസ്ഥരടക്കം ശ്രമിച്ചിരുന്നുവെങ്കിലും ആന അതിന് തയ്യാറായില്ല. പ്രകോപിതനാവുകയോ അല്ലെങ്കിൽ വാഹനങ്ങളെ ആക്രമിക്കുകയോ ഒന്നും ചെയ്തിരുന്നില്ല എന്നുള്ളത് ആശ്വാസകരമാണ്. പക്ഷേ രാവിലെയും അതേ ഇടത്ത് തന്നെ ആനയുണ്ട്. അതിന്റെ താഴ്ഭാഗങ്ങളിൽ തന്നെ ആന നിലയുറപ്പിച്ചിട്ടുണ്ട്. ഏത് സമയത്തും ഈ മുകളിലേക്ക് ആളുകൾ പോകുന്ന വഴിയിലേക്ക് കയറി വരാനുള്ള സാധ്യതയും മുന്നിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിരീക്ഷണം തുടരുന്നുണ്ട്. പക്ഷേ ആന ഇതുവരെ ജനവാസ മേഖല വിട്ടു പോകാത്തതും പ്രദേശത്ത് വ്യാപകമായി നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നതും ആളുകൾക്കിടയിൽ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കൃഷി നശിപ്പിക്കുന്നതിനോടൊപ്പം കച്ചവട സാധനങ്ങൾ നശിപ്പിക്കുകയും എടുത്തെറിയുകയും ചെയ്യുന്ന ഒരു പ്രകൃതം കൂടി ഈ കാട്ടുകൊമ്പനായ പടയപ്പ ഇപ്പോൾ കാണിക്കുന്നുണ്ട്. പടയപ്പ ജനവാസ മേഖലയിൽ തുടരുകയാണ്. ഇപ്പോൾ ഉള്ളത് എക്കോ പോയിന്റിലാണ്. വിനോദസഞ്ചാരികൾക്ക് എത്തുന്ന സ്ഥലമാണ്. തുടരുകയാണ് എന്നുള്ളതാണ് ലാൽകൃഷ്ണൻ നൽകിയ വിവരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.